ഈശോ. ക്രിസ്മസ് അപ്പൂപ്പ ക്രിസ്മസ് കേക്കായി വരില്ലേ. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈശോയെ സംരക്ഷിച്ച മാതാവിനെയും യോസേപ്പിതാവിനെയും പോലെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന ഈശോയെ പോലെ ഈ 10 മക്കളെ സംരക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മാതാപിതാക്കളാണ് ഞങ്ങൾ. മലനിരകൾ മഞ്ഞുപൊഴിക്കുന്ന ശീതകാല സന്ധ്യയിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ആകാശത്തെ അലങ്കരിക്കുമ്പോൾ ഇതാ വീണ്ടും മറ്റൊരു ക്രിസ്മസ് കൂടി വന്നെത്തുകയാണ്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് 2 വ്യത്യസ്തരായ കുടുംബങ്ങളാണ്. അതെ, അപ്പം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കല്ലേ? ക്രിസ്മസ് ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, മണ്ണിലും നിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും നിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, മണ്ണിലും വെണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മഞ്ഞുവീഴ്ചയുടെ തണുത്ത നിശബ്ദതയ്ക്കുള്ളിൽ പോലും കളിച്ചിരികൾ നിറയുന്ന ഇടങ്ങളായ കുടുംബങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബെത്ലഹേമിൽ പിറന്ന ഉണ്ണീശോ വിശുദ്ധ ജോസഫിന്റെയും പരിശുദ്ധാമ്മയുടെയും നിസ്സഹായാവസ്ഥയിൽ സന്തോഷം തൂവിയതുപോലെ ഈ കുഞ്ഞ് കളിച്ചിരികളും കുടുംബങ്ങളുടെ സന്തോഷം തന്നെയാണ്. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും തിരുപ്പിറവിയുടെ സ്മരണയിലേക്ക് ലോകമുണരുമ്പോൾ വലിയ കുടുംബങ്ങളുടെ ഈ ചെറിയ ക്രിസ്മസ് ആഘോഷവും ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നതാണ്. ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. ഇന്ന് വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ആഘോഷവുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് പ്രേക്ഷകർക്കെല്ലാം പരിചയമുള്ള സന്തോഷ് രമ്യ കുടുംബം നമ്മോടൊപ്പമുണ്ട്. 10 മക്കൾ അടങ്ങുന്ന ഈ കുടുംബത്തെ ഷെക്കിന ന്യൂസിലൂടെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജോബിഷ് രമ്യ ദമ്പതികളുടെ 4 മക്കളുള്ള കുടുംബവും ഇന്ന് ഷെക്കിന ന്യൂസിനോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു അവസരമാണ്. കുഞ്ഞുമക്കൾ ഓടിക്കളിക്കുന്ന അതിമനോഹരമായ ഒരു ക്രിസ്മസാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മക്കൾ ദൈവത്തിന് ദാനമെന്ന് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മക്കൾ വസിക്കുന്ന ഇടം എത്ര മനോഹരമെന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ കാണുകയാണ്. ഈശോ ജനിച്ച ഡിസംബർ മാസത്തിൽ അതിമനോഹരമായ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. സന്തോഷ് ചേട്ടാ, രമ്യ ചേച്ചി, ജോബി ചേട്ടാ, രമ്യ ചേച്ചി, 2 രമ്യ ചേച്ചികൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഇവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? ക്രിസ്മസ് ആഘോഷിക്കല്ലേ? അതെ, കുഞ്ഞുമക്കൾ എല്ലാവരും ഹാപ്പിയാണ്. ഇനി പ്രേക്ഷകരും നമ്മോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുവാൻ പോവുകയാണ്. ഇവരുടെ ഷെയറിംഗ് ആണ്. സന്തോഷ് ചേട്ടാ, രമ്യ ചേച്ചി, കഴിഞ്ഞ കൊല്ലം നിങ്ങളോടൊപ്പം 9 കുട്ടികളായിരുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ ഉണ്ടായിരുന്നത്. ഇക്കൊല്ലം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 10 മക്കൾ കോളം തികച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഇന്ന് നിങ്ങൾ റെഡിയായിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് പുതിയ മകള് ഹന്നക്കുട്ടിയാണ്. ഹന്നയാണ് എൻ്റെ കൈകളിലിരിക്കുന്നത്. ഈ ഒരു വർഷത്തിലെ പുതിയ വർഷത്തിലെ ഒരു പുതിയ വരവായി സന്തോഷ് രമ്യ ദമ്പതികൾക്ക് പുതിയൊരു സമ്മാനം ദൈവം നൽകിയ ഹന്നമോളുടെ വിശേഷങ്ങളാണ് ഇനി നമുക്കറിയാൻ ഇരിക്കുന്നത്. എങ്ങനെയാണ് പുതിയൊരു വരവ് ഈശോ നൽകിയ ആ ദാനത്തിന് നന്ദി പറയുകയാണ്. ഈ ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് ഒരാളെ കൂടി കർത്താവ് നൽകിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ ക്രിസ്മസിലുള്ളത്. ഹന്ന കുട്ടിയാണുള്ളത്. ഹന്ന റോസ്ലിയ എന്നാണ് അവളുടെ പേര്. ഇപ്പോൾ 9 മാസമായി നിൽക്കുന്നു. കഴിഞ്ഞ ഒരു ക്രിസ്മസിന് ഇവളുണ്ടെങ്കിലും അവളുടെ ഉദരത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ പുറത്താണ്. അപ്പോൾ ഞങ്ങൾ ഈ ക്രിസ്മസിന് ഏറ്റവും സന്തോഷത്തോടെയാണ്. അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ജോബീഷ് രമ്യ അവരുടെ 4 മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ ക്രിസ്മസിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ
ദൈവത്തിൻ്റെ ദാനമാണല്ലോ മക്കൾ. അപ്പോൾ ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നതും ആ ജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതും. അപ്പം ആ ഒരു സമൃദ്ധി, ജീവൻ്റെ സമൃദ്ധി ഞങ്ങൾ ഈ ഒരു ക്രിസ്മസിൽ ഇവരോടും കൂടി ഞങ്ങൾ ഈ സമയങ്ങളിൽ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജോബിഷ് രമ്യ ദമ്പതികൾ, രണ്ടുപേരും രമ്യമാരാണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ജോബിഷ് രമ്യ ദമ്പതികളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 4 മക്കൾ അല്ലേ, 4 മക്കളുടെ മാതാപിതാക്കൾ. ഇനിയും ദൈവത്തിന് വേണ്ടി മക്കളെ നൽകുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. സഭയ്ക്ക് വേണ്ടി കരുത്തായ ഒരു പുതിയ സഭയെ പടുത്തുയർത്തുവാൻ നിങ്ങളിലൂടെ ഇനിയും കഴിയട്ടെ എന്ന പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ഇപ്പോൾ 4 കുട്ടികൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട്? എന്താണ് കുട്ടികൾ 1, 2 എന്ന പേരിലൊക്കെ ചുരുങ്ങുമ്പോൾ പല മാതാപിതാക്കൾക്കും കുട്ടികളെ ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഇപ്പോഴത്തെ സമൂഹത്തോട് നിങ്ങൾക്ക് പറയാൻ? ഞങ്ങൾക്ക് 4 മക്കൾ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് വളരെ ഒത്തിരി സന്തോഷമുണ്ട്. 4 മക്കളെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് 4 മക്കളെ കിട്ടിയത്. അവരെ നന്നായിട്ട് നോക്കുവാനുള്ള അനുഗ്രഹമൊക്കെ ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഭാവിയിലേക്ക് ദൈവം കൂടുതലായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സന്തോഷ് ചേട്ടായുടെ വീട്ടിലോട്ട് ഞങ്ങൾ ഇന്ന് കടന്നു വന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ്. 10 മക്കളെയും അവരെയും ഞങ്ങളുടെ സ്വന്തം പോലെയാണ് ഞങ്ങൾ അവരെ കാണുന്നത്. അവരോടുകൂടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. ക്രിസ്മസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്മസ് ഗാനങ്ങൾ. ഏറ്റവും മനോഹരമായി നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അടിപൊളി ഗായകരുണ്ട് എന്ന് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് സന്തോഷമായിട്ടൊരു നല്ല അടിപൊളി ഗായകനാണ്. അതുപോലെ തന്നെ മക്കളാണേലും നല്ലപോലെ പാട്ട് പാടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മക്കളെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു കരോൾ ഗാനവുമായി ഈ ദമ്പതികൾ നമ്മോടൊപ്പം ചേരുകയാണ്. കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി, താരാട്ടുപാടിയുറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി, താരാട്ടുപാടിയുറക്കിടുവാനായി മനതാരിൽ നിറച്ചിടുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥന് മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥൻ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഒരു ഡിസംബർ രാവിലാണ് ഈശോയെ കൊല്ലുവാൻ വേണ്ടി പ്ലാനിട്ട ആളുകളിൽ നിന്ന് മാതാപിതാക്കളായ മറിയവും യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും കൂടെ ഈശോയെ രക്ഷിച്ചെടുത്തുകൊണ്ട് പോയ ആ ഡിസംബറിലെ ക്രിസ്തുവിൻ്റെ കഥ. അതുപോലെ തന്നെ 10 മക്കളുള്ള രമ്യ ചേച്ചിയോടും പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടാവും 10 മക്കളൊക്കെ വേണോ? അപ്പോൾ ഈ മക്കളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി വരെ ആൾക്കാർ ചേച്ചിയോട് ഉപദേശം നൽകിയ ഒരു കാലഘട്ടമായിരിക്കാമെന്ന്. എന്താണ് അവരോടെല്ലാം ചേച്ചിക്ക് പറയാനുള്ളത്?
സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ഈ 10 മക്കൾക്ക് ജന്മം നൽകിയതും. പ്രഗ്നൻസി ടൈമിൽ ആരും അങ്ങനെ അങ്ങനെ അബോർഷൻ നിങ്ങൾക്ക് നിർത്തിക്കൂടെ, അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്തകളൊന്നും ആരും ഈ പ്രഗ്നൻസി കൺസീവ് ചെയ്തതിന് ശേഷം പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ ഡെലിവറിയുടെ അല്ലെങ്കിൽ ഓരോ സിസേറിയന് ശേഷം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി വേണോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, ഇത്രയായില്ലേ, നിൻ്റെ ആരോഗ്യം നോക്കണം എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞതൊന്നും കാര്യമാക്കാറില്ല. കാരണം ജീവൻ തരുന്നതെല്ലാം തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ആരോഗ്യവും എല്ലാം എനിക്ക് തരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ വളരെയേറെ സന്തോഷവാന്മാരും അതിലുപരി ഒത്തിരിയേറെ ഭാഗ്യമുള്ളവരുമാണ്. കാരണം ഞങ്ങൾ 2 ഫാമിലിയും അതുപോലെ തന്നെ 14 മക്കളും ഒരുമിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുക എന്നത് നമ്മൾ മനസ്സിൽ ഭയങ്കര ആനന്ദം നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരുടെ കളിച്ചിരികളും തമാശകളും ഇവരെല്ലാവരും ഒരുമിച്ചുള്ള കരോൾ ഗാനവും അതുപോലെ തന്നെ കരോൾ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നതും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഘോഷമാണ്. കാരണം ഇവർ തമ്മിൽ തന്നെ പരസ്പരം കേക്കൊക്കെ വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഷെയറിങ്ങിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അവിടെ. പിന്നെ സ്നേഹം പങ്കുവയ്ക്കുന്ന ആ ഒരു അനുഭവമൊക്കെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരും ഭയങ്കര സന്തോഷമാണ്, മനസ്സിന് ഭയങ്കര ആനന്ദമാണ് ഇതൊക്കെ കാണുമ്പോൾ. തന്നെയല്ല, ഞങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഉണ്ണീശോ, പുൽത്തൊട്ടിൽ പിറന്ന ഉണ്ണീശോ ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ തന്നെയുണ്ട്. അത് ഒപ്പം തന്നെ ഞങ്ങൾക്കായാലും ഈ ഇത്രയും മക്കളെ ദൈവം നൽകിയപ്പോഴും എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കുറവിലും ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ സഹകരണവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ സമൃദ്ധി നൽകിയതെല്ലാം ഈശോ തന്നെയാണ്. അപ്പോൾ ഉണ്ണീശോയെ ഞങ്ങൾ ഈ സമയങ്ങളിൽ സ്വീകരിക്കുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവരോടും പറയാൻ പറ്റും, കൂടുതൽ മക്കളാണ് ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സമൃദ്ധിക്കും എല്ലാം കാരണം. നിങ്ങൾ ഈ ഇവിടെ നിൽക്കുമ്പോഴും മക്കളുടെ എണ്ണത്തിലും കൂടുതൽ ഉള്ളതിൻ്റെ പേരിലുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് ആയിരിക്കുന്നത് തന്നെ. ഇനി നമുക്ക് ജോബി ഷെമ്യ ദമ്പതികളോട് അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ചേച്ചി, എങ്ങനെയാണ് ഒരു ക്രിസ്മസ് കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ? കുട്ടികൾ 4ആയി, ഇനി അങ്ങോട്ടും നിങ്ങൾ മക്കളെ സ്വീകരിക്കുവാനായിട്ട് ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളുടെ ഫാമിലിയിലുണ്ട്. എന്താണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? എൻ്റെ ചെറുപ്പത്തിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പം ഞാനും എൻ്റെ അനിയനും മാത്രമേ വീട്ടിലുണ്ടാവുണ്ടായിരുന്നുള്ളൂ, പപ്പയും മമ്മിയും. പക്ഷേ എനിക്ക് 4 മക്കളായി. അവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാൻ ഓർക്കും ചെറുപ്പത്തിലൊക്കെ നമ്മൾ എത്ര ചെറുതായിട്ടാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. ഇപ്പം വീട് നിറച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ ആൾക്കാരായി. അത് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഇളയ മോള് ഉള്ളത് ഒരു ഡിസംബർ മാസം 15-ാം തീയതിയാണ്. അപ്പം അവൾ സിസേറിയൻ വേണ്ടവരെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഉണ്ണീശോയോട് പ്രാർത്ഥിച്ച് ഉണ്ണീശോയുടെ അനുഗ്രഹം കൊണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പം ക്രിസ്മസ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ആഘോഷിക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് കരോളിനുള്ള മക്കളെല്ലാം ഏകദേശം ഇവിടെയുണ്ട്. ഒരു യൂണിറ്റിലുള്ള കരോളിലുള്ള മക്കളെല്ലാം ഇവിടെയുണ്ട്. കാരണം മറ്റുള്ള ക്രൈസ്തവരെ വെച്ചൊക്കെ നോക്കുമ്പോൾ, യൂണിറ്റുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മക്കളെല്ലാം കുറവാണ്. കരോളിന് പോകാൻ പോലും മക്കളില്ല. ആ ഒരു അവസ്ഥയിൽ എന്താണ് നമ്മുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? സത്യത്തിൽ കരോളിന് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മക്കളെല്ലാവരും റെഡിയായി നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആൾക്കാർ ചെന്നാൽ മാത്രമേ കരോളിൽ ഇറങ്ങിയുള്ളൂ. കാരണം എല്ലാവരും പറയുന്നത് കരോളിനുള്ള ആൾക്കാരെല്ലാവരും നിങ്ങളുടെ വീട്ടിലാണുള്ളത്. കാരണം ഒരു യൂണിറ്റിലേക്ക് കരോളിന് പോകാനുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വരാതെ എന്തായാലും തുടങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞാണ് പലരും കളിയാക്കിയിട്ടാണേലും എങ്ങനെ പറഞ്ഞാലും നമ്മൾ മനസ്സും കൊണ്ട് ഭയങ്കര ആനന്ദത്തിലാണ്. കാരണം നമ്മുടെ മക്കളില്ലെങ്കിൽ യൂണിറ്റിൽ മക്കളെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ഇപ്പോഴത്തെ കരോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കരോൾ ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലുണ്ട്. അതായത് 10 മക്കളും ഇപ്പോൾ ഇവരോട് കൂടുമ്പം ഒരു കരോളിനുള്ളൊരു ഗ്രൂപ്പ് തന്നെ. പാപ്പയ്ക്ക് ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, ഉണ്ണീശോനെ എടുക്കാൻ ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് പാപ്പയുടെ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. കാരണം വെച്ചാൽ ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട്, ഉണ്ണീശോയുടെ ജനനത്തെക്കുറിച്ച് പറയാനായിട്ട് ഞങ്ങൾ ഏറ്റവും ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ മക്കളുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്കത് ആ ഒരു സമൃദ്ധി ഞങ്ങൾക്ക് എപ്പോഴും തന്നെ കിട്ടുന്നുണ്ട്. ഇന്ന് ഇവരെല്ലാവരോടും ചേർന്ന് ഞങ്ങളിവിടെ 14 പേര് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഇവിടെ എല്ലാവരോടും കൂടി ആഘോഷിക്കുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇത്രയും പേര് ഒരുമിച്ച് ഇവിടെ
ചുമന്ന തൊപ്പിയൊക്കെ ഇട്ട് വെള്ളയും ചുമപ്പ് ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ നിറഞ്ഞു വെക്കുമ്പോൾ വേറെ ഒരു വീട്ടിലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നില്ല. അപ്പം ഞങ്ങൾ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതുപോലെ ഒരു ക്രിസ്മസ് ഞാൻ ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ 10 കൂട്ടുകാരെയാണ് എനിക്ക് കിട്ടിയത്. എല്ലാവരെയും ഈ മൂത്ത ചേച്ചിമാരെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിമാരെ പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ മക്കളെല്ലാവരെയും ഞാൻ അനിയന്മാരും അനിയത്തികളായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്മസ് ഞാൻ എൻ്റെ ഇത്രയും നാൾ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള ഒരു ക്രിസ്മസ് ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടുള്ളത്. ഇത് എല്ലാത്തിനും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഷെക്കേന ചാനലിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരാൻ ആഗ്രഹിക്കുകയാണ്. ഗ്ലോറിയാഗീതം പാടി നാഥനെ വാഴ്ത്തി ദേവദൂതർ നിന്നു വാനിലായി. ഗ്ലോറിയാഗീതം പാടി നാഥനെ വാഴ്ത്തി ദേവദൂതർ നിന്നു വാനിലായി. ലോകത്തിൻ പാപങ്ങൾ നീക്കാൻ സ്നേഹത്തിൻ ഗാനങ്ങളേകാൻ മഞ്ഞനെയും പതിരാവിൽ പുൽത്തോളത്തിൽ വന്നു സ്നേഹദീപം. നിത്യജീവൻ മർത്യനേകാൻ മർത്യനായി മണ്ണിൽ വന്നു ദൈവം. ഗ്ലോറിയ 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 പാടാം. ഗ്ലോറിയ 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 പാടാം. ഗ്ലോറിയാഗീതം പാടി നാഥനെ വാഴ്ത്തി ദേവദൂതർ നിന്നു വാനിലായി. രക്ഷയേകും നിൻ പ്രകാശം പുൽത്തൊഴുത്തിൽ വന്നിതാ. ദുഃഖിതർക്കും പീഡിതർക്കും ശാന്തിയായൊളും വാർത്തയായി. പുൽത്തൊഴുത്തിൽ പുളകമായി ദൂതവൃന്ദം അണയുകയായി. മാനവും ഭൂമിയും ഒന്നായി പാടി വണങ്ങി മഹേശനെ. സ്വർഗം മണ്ണിതിലണയുകയായി. ഗ്ലോറിയ 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 പാടാം. ഗ്ലോറിയ 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 പാടാം. ഗ്ലോറിയാഗീതം പാടി നാഥനെ വാഴ്ത്തി ദേവദൂതർ നിന്നു വാനിലായി. ലോകത്തിൻ പാപങ്ങൾ നീക്കാൻ സ്നേഹത്തിൻ ഗാനങ്ങളേകാൻ മഞ്ഞണിയും പതിരാവിൽ പുൽത്തൊഴുത്തിൽ വന്നു സ്നേഹദീപം. നിത്യജീവൻ മർത്യനേകാൻ മർത്യനായി മണ്ണിൽ വന്നു ദൈവം. ഗ്ലോറിയ 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 പാടാം. ഗ്ലോറിയ 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 പാടാം. പറുദീസയിലെ കുഞ്ഞുമാലാകമാരോടൊപ്പമായിരുന്നു എന്ന ഒരു ഫീലായിരുന്നു ഇവരോടൊപ്പമായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ആഘോഷം ഇനിയും ഇവർക്ക് തീരുന്നില്ല. ദൈവ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു വർഷത്തിൽ ഇനിയും കാണുന്നത് വരെ നമുക്ക് കേക്ക് മുറിച്ച് ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ പൂർത്തീകരിക്കാം. പാൽനിലാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ചു. നീലരാവിൽ നാഥനായി ജാതനായി. ബേത്ലഹേമിൽ ദൈവപുത്രൻ പൊന്നുമോര് കുന്തിരിക്കവും കാഴ്ചയെ നിച്ചാര നിന്നവർ. Merry Christmas and Happy New Year.